എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അപ്പം, ചപ്പാത്തി, ഇടിയപ്പം എല്ലാത്തിൻ്റെ കൂടെയും ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഒട്ടുമിക്ക വെജിറ്റബിൾസും കുട്ടികൾ സാധാരണ കഴിക്കാത്തതാണ്. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് കുട്ടികൾ കഴിക്കും. അപ്പോൾ കുട്ടികളിനി അപ്പത്തിൻ്റെ കൂടെയോ ഒരു സൈഡ് ഡിഷായിട്ടല്ല ഇത് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരിത് വെറുതെ അവർക്കിങ്ങനെ കോരി കഴിക്കാനും ഇത് ഇഷ്ടമാവും. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ഇത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ കുട്ടികളെ കഴിപ്പിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽട്ടായിട്ട് വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 3 പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്ത് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു മീഡിയം സൈസ് ക്യാരറ്റാണ്, ഒന്ന് നീളത്തിൽ കുറച്ച് കട്ടിക്ക് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചേർത്ത് അതൊന്ന് ചെറുതായിട്ട് വെന്ത് വരണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കവർ ചെയ്ത് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് വെന്ത് വരുന്ന സമയത്ത് വെന്തുടഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്കിനി ഇതിലേക്ക് ബ്രൊക്കോളി ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത ബ്രൊക്കോളി ഒരു കപ്പിനടുപ്പിച്ചുണ്ടാവും, അത് ഞാൻ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ആവി കയറുമ്പോൾ ബ്രൊക്കോളിക്കൊന്നും ഒരുപാട് വേവില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് ആവി കയറി വരുമ്പോൾ തന്നെ നമുക്കിനി ഇതിലേക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം. കൂൺ ഞാനൊരു 3 മീഡിയം സൈസ് കൂണാണ്, അതൊന്ന് തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് അത് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഇത്രയും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കവർ ചെയ്ത് ഇത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഒരുവിധം ഈ വെജിറ്റബിൾസ് ഒന്നും കുട്ടികൾ അധികം കഴിക്കാത്തതാണ്. അപ്പോൾ ഇത് കുട്ടികളെ കഴിപ്പിക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാം കേട്ടോ. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദാമാവാണ് ചേർത്തിരിക്കുന്നത്. കൂടുതൽ ചേർക്കേണ്ട, 1 ടേബിൾ സ്പൂൺ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഈ മൈദാപ്പൊടി അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറുന്നത് വരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് ഫുൾ പാൽ മാത്രം ചേർക്കാം. പക്ഷേ ഞാൻ 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. പാൽ മാത്രമായിട്ട് ചേർക്കുമ്പോൾ ഇതിന് ഭയങ്കര ക്രീമി ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. അത് ഇവിടെ മക്കൾക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അതിനുശേഷം കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഒരു സ്ലൈസ് ചീസും കൂടി ഞാനിതിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഈ ചീസ് ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ നമുക്കിത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ചീസ് നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി ബോയിൽ ചെയ്തെടുക്കുക. ഇത് തിളയ്ക്കും തോറും കറി കുറുകി വരും. അപ്പോൾ നിങ്ങൾക്ക് കറി തണുത്ത് കഴിയുമ്പോൾ കുറച്ച് നന്നായിട്ട് തിക്കാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറി ലൂസ് ആക്കണമെങ്കിൽ ഒന്നുകിൽ തിളപ്പിച്ച പാലോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ്, ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.